സാരഥി അക്കാദമിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. 2011 സെൻസസ് അനുസരിച്ച് ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം, അനർട്ടിന്റെ ആസ്ഥാനം, ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം, കേരള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം പിരപ്പൻകോട് തിരുവനന്തപുരമാണ്. അനർട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം, ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം, കേരള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. ലിഗ്നൈറ്റ് നിക്ഷേപം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് വർക്കലയിലാണ്. ലിഗ്നൈറ്റ് നിക്ഷേപം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് വർക്കലയിലാണ്. കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം, കേരളത്തിൽ ATM ആദ്യമായി നിലവിൽ വന്നത്, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്, ഇതെല്ലാം തിരുവനന്തപുരം ജില്ലയിലാണ്. ഒന്നുകൂടെ, ലിഗ്നൈറ്റ് നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വർക്കലയാണ്. കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യമാണ്. ആൻസർ ശ്രീകാര്യം. കേരളത്തിൽ ATM സംവിധാനം ആദ്യമായി നിലവിൽ വന്ന ജില്ലയാണ് തിരുവനന്തപുരം. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചുവേളിയിലാണ്. ഇന്ത്യയിലെ ആദ്യ ടെക്നോ പാർക്ക് കാര്യവട്ടം. കേരളത്തിൽ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. സൈബർ പോലീസ് സ്റ്റേഷൻ, SCRTയുടെ ആസ്ഥാനം, വിക്രം സാരാഭായി സ്പേസ് സെന്റർ ഇവയൊക്കെ തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യ ടെക്നോ പാർക്ക് കാര്യവട്ടമാണ്. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം നിലവിൽ വന്നത് തിരുവനന്തപുരമാണ്. സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം, SCRTയുടെ ആസ്ഥാനം തിരുവനന്തപുരം, വിക്രം സാരാഭായി സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തുമ്പയിലാണ്. പേപ്പാറ വന്യജീവി സങ്കേതം, അരിപ്പ പക്ഷി സങ്കേതം, പൊന്മുടി സുഖവാസ കേന്ദ്രം, വെള്ളയാണി കായൽ തുടങ്ങിയവയും തിരുവനന്തപുരം ജില്ലയിലാണ്. അതുപോലെ അഗസ്ത്യാർകൂടം, ആദ്യ ബയോളജിക്കൽ പാർക്കായ അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ തെക്കേയറ്റത്തെ നദിയാണ് നെയ്യാർ. ആദ്യ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ്. പേപ്പാറ വന്യജീവി സങ്കേതം, അരിപ്പ പക്ഷി സങ്കേതം, അഗസ്ത്യാർകൂടം, പൊന്മുടി സുഖവാസ കേന്ദ്രം, നെയ്യാർ തുടങ്ങിയവയും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. നമുക്കൊന്നുകൂടെ നോക്കാം. 2011 സെൻസസ് അനുസരിച്ച് ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം, അനർട്ടിന്റെ ആസ്ഥാനം, ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആസ്ഥാനം, കേരള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ആസ്ഥാനം തുടങ്ങിയവയും തിരുവനന്തപുരം ജില്ലയിലാണ്. ലിഗ്നൈറ്റ് നിക്ഷേപം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വർക്കലയാണ്. കേരള ഫിഷറീസ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യമാണ്. കേരളത്തിൽ ATM സംവിധാനം ആദ്യമായി നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കൊച്ചുവേളിയിലാണ്. ഇന്ത്യയിലെ ആദ്യ ടെക്നോ പാർക്ക് കാര്യവട്ടം, ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരം, സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടം, SCRTയുടെ ആസ്ഥാനം തിരുവനന്തപുരം, വിക്രം സാരാഭായി സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തുമ്പയിലാണ്. പേപ്പാറ വന്യജീവി സങ്കേതം, അരിപ്പ പക്ഷി സങ്കേതം, ആദ്യ ബയോളജിക്കൽ പാർക്കായ അഗസ്ത്യാർകൂടം, ആദ്യ ലയൺ സഫാരി പാർക്കായ നെയ്യാർ തുടങ്ങിയവയും സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. നമ്മൾ ഇന്ന് പഠിച്ചത് തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.